മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം, സന്ധ്യ നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഒരു ഓഡിയോ കേൾപ്പിച്ചുതരാം. ഇത് മറ്റാരുടെ ഓഡിയോ അല്ല, നമ്മുടെ ലുലു മൊയലാളി ഉണ്ടല്ലോ, സുഡാപ്പികളുടെയൊക്കെ കൺകണ്ട ദൈവം, മതേതരനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിക്രിയകളൊക്കെ കാണിക്കുന്ന ഒരു മുതലാളി. ആ മുതലാളിയുടെ ഓഡിയോ ആണ്, MA യൂസഫ് അലിയുടെ ലുലു മൊയലാളിയുടെ ആ ഓഡിയോ ആണ്. അതൊന്ന് കേട്ടിട്ടേ ഓടി വരേണ്ടതുണ്ട്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട് മക്കളെ, ഒന്നൊന്നര കാര്യങ്ങളാ. 1400 കൊല്ലത്തിന് മുമ്പ് കൊതുമ്പ് വെള്ളം തുഴഞ്ഞുകൊണ്ട് വെള്ളത്തിന്റെ ടേസ്റ്റ് മാത്രം നോക്കിക്കൊണ്ടെന്ന് വടക്ക് നോക്കിയെന്തറിയില്ല, കോമ്പസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ അറേബ്യയിൽ നിന്ന് ഞങ്ങളുടെ പ്രവാചകന്റെ അനുയായിയായ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കൊടുങ്ങല്ലൂരിൽ വന്ന്, മുസദീസ് പട്ടണം എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ വന്ന് ഇവിടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ ഇവിടെ ഒരൊറ്റ മുസ്ലിമീങ്ങളും ഉണ്ടായില്ല. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരും സഹോദരികളും ക്രൈസ്തവ സഹോദരന്മാരും സഹോദരികളുമാണ് അവർക്ക് ബലിവെക്കാനും അവർക്ക് മദ്രസ വെക്കാനും അവർക്ക് മതം പ്രചരിപ്പിക്കാനും സൗകര്യം ചെയ്തു കൊടുത്തത്. അപ്പോ ഹൈന്ദവ സഹോദരന്മാരോടും സഹോദരികളോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതിനു മുമ്പ് അതേ മുസദീസ് പട്ടണത്തിൽ തോമസ് അപ്പോസ്തലൻ വന്നിറങ്ങിയപ്പോൾ ഇവിടെ അവരെ സ്വീകരിക്കാൻ ഒരൊറ്റ ക്രിസ്തീയ സഹോദരന്മാരും സഹോദരികളും ഉണ്ടായില്ല. അവർക്ക് വീട് വെക്കാനും മതം പ്രചരിപ്പിക്കാനും പള്ളി വെക്കാനും സൗകര്യം ചെയ്തു കൊടുത്തതും അവരാണ്. നോക്കൂ, 1400 വർഷങ്ങൾക്ക് മുൻപേ ഞമ്മന്റെ പ്രവാചകന്റെ അനുയായി ആയിട്ടുള്ള ആള് ഇവിടെ മതപരിവർത്തനത്തിന്, അതല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കാൻ എന്നുള്ള ഭംഗിയുള്ള വാക്കാണ് നമ്മുടെ ജൂസഫ് അലി ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല ഇവിടെ നടന്നിരിക്കുന്നത്. മതം പ്രചരിപ്പിക്കലല്ല, മതം മാറ്റവും പിന്നെയോ വർഗീയ ലഹളകളും ഒക്കെയാണ് നടന്നത് എന്ന് 1921 ശേഷവും മുൻപുമൊക്കെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെയുള്ളൊരു ഒന്നൊന്നര പറച്ചില് ഞമ്മന്റെ യൂസഫ് അലി സാർ പറയുമെന്ന് ഞമ്മന്റെ അൽ കേരള മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞത്, ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു ചങ്ങാതി വന്നു. ആ ചങ്ങാതി വേറൊരു തോമസ് ലീഹായുടെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഭാരതം, ഹിന്ദുസ്ഥാനിൽ എങ്ങനെയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ടായത് എന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതും കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ ആ ചങ്ങാതിയെ കുറിച്ച് നമ്മുടെ നബിയുടെ പ്രവാചകന്റെ അനുയായി ആയിട്ടുള്ള ആൾ വന്നിറങ്ങുന്നു. അതിനുശേഷം ഈ ഹിന്ദുക്കൾ അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. എന്നിട്ടോ പിന്നെയാണ് ഞമ്മന്റെ കാക്കന്മാരുടെ രസം. എന്താണ്, ഇരിക്കാൻ ഇടം കൊടുത്താൽ, അതല്ലെങ്കിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല. എന്താ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു കഴിഞ്ഞാല്, ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു കഴിഞ്ഞാല് ഒട്ടകം ആദ്യം അവന്റെ ആ ചെറിയ കയ്യോ കാലോ ഒന്നും വെക്കും, പിന്നെ അടുത്ത കയ്യോ കാലോ വെക്കും, പിന്നെ ചന്തി ഒന്നങ്ങോട്ട് മെല്ലെ നീക്കി വെക്കും, അങ്ങനെ പതിയെ മുതുകൊന്നു നിവർത്തി വെക്കും, പിന്നെയോ തലയും കഴുത്തൊക്കെ മെല്ലെ കയറ്റി വെക്കും, പിന്നെ പൂർണ്ണമായിട്ട് അതിലേക്കാണ് കയറി കിടക്കും. കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് മക്കളെ, പിന്നെ ഒട്ടകത്തിന്റെ സ്ഥലമാണ്. പിന്നെ ആ സ്ഥലം കൊടുത്ത ആളുടെ അവസ്ഥ എന്താണ്, തഥൈവ. അത് തന്നെയാണ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്താൽ എന്ന ആ ഒരു പഴമൊഴി ഇന്നും നമ്മുടെ പ്രചാരത്തിലുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ ഞമ്മന്റെ പ്രവാചകന്റെ ആ ഒരു ചങ്ങാതിക്ക് ഇവിടെ സ്ഥലം കൊടുക്കുന്നു. പിന്നെയോ അയാൾക്ക് ദാമ്പത്യത്തിന് വേണ്ടി പെണ്ണുങ്ങളെ കൊടുക്കുന്നു. പിന്നെയോ അവന് കൃഷി ചെയ്യാൻ ഭൂമി കൊടുക്കുന്നു. പിന്നെയോ അത്തരത്തിലെല്ലാം കൊടുത്ത് അവനെ സുഖിപ്പിച്ച് ഇവിടെ നിലനിർത്തി പോന്ന ഹിന്ദുക്കൾക്കിട്ട് തന്നെ പണിയാൻ തുടങ്ങി. എപ്പോഴാ അവന് പെറ്റുപെരുകി ഇവിടെ ഏകദേശം ഒരു ഭൂരിപക്ഷമൊക്കെ ആയി തുടങ്ങി, നമുക്ക് സംസാരിക്കാനുള്ള വോയിസ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞമ്മന്റെ ആളുകൾ ഒരു 1000 എണ്ണത്തിന് ഒരു അക്രമകാരി മതി എന്നുള്ള രീതിയിലേക്ക് മാറിയപ്പോൾ ഇവന്മാർ പിന്നെ സംസാരമൊക്കെ നിർത്തി പിന്നെ എന്ത് ചെയ്തു തുടങ്ങി, പിന്നെ ആജ്ഞാപിക്കൽ തുടങ്ങി. അങ്ങനെ തന്നെയാണ് ഇവിടെ ഭൂരിപക്ഷമായി മാറിയിട്ടുണ്ടോ എന്ന്, കേരളത്തിൽ ഇന്നിപ്പോൾ ഇസ്ലാമിക സമൂഹം ഭൂരിപക്ഷമായിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താത്ത രീതിയിലേക്ക് ആരാണോ ഇവിടെ സ്ഥലം കൊടുത്തത് അത് നമ്മന്റെ MA യൂസഫ് അലി തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, ഞമ്മന്റെ സുഡാപ്പികളെ, നീയൊക്കെ നിന്റെ ഉപ്പാന്റെ പേര് തെരഞ്ഞൊന്ന് പോയി നോക്കാൻ വേണ്ടി നമ്മളൊക്കെ വർഷങ്ങൾക്ക് മുൻപേ പറയാറുണ്ട്. അവിടെ വല്ല ജാനകി അമ്മയും ശങ്കരനും ഒക്കെ തന്നെയായിരിക്കും നിന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ ആ പിതാമഹന്മാരുടെ സ്ഥാനത്ത്. അതുകൊണ്ട് നീ ഇന്നിവിടെ ഇസ്ലാം ഞമ്മന്റെ രാജ്യം ഭരിക്കും, ഞമ്മന്റെ ഭാരതം ഇസ്ലാം ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ഊറ്റം കൊണ്ട് നടക്കുന്ന നിന്നെ സൗദി അറേബ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, മതം മാറിയ മുസ്ലിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് വേണ്ട എന്ന് നിന്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ഉയർന്ന തലത്തിലുള്ള സൗദി അറേബ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടത്തെ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല, അവർ മതം മാറിയ മുസ്ലിങ്ങളാണ് എന്നുള്ളത്. അതുകൊണ്ട് ഞമ്മന്റെ യൂസഫ് അലി സാറിന്റെ ആ പ്രധാനപ്പെട്ട വാക്കുകൾ ഒന്നുകൂടി കേട്ടുവരാം. 1400 കൊല്ലത്തിന് മുമ്പ് കൊതുമ്പ് വെള്ളം തുഴഞ്ഞുകൊണ്ട് വെള്ളത്തിന്റെ ടേസ്റ്റ് മാത്രം നോക്കിക്കൊണ്ടെന്ന് വടക്ക് നോക്കിയെന്തറിയില്ല, കോമ്പസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ അറേബ്യയിൽ നിന്ന് ഞങ്ങളുടെ പ്രവാചകന്റെ അനുയായിയായ മാലിക് ബിൻ ദീനാർ
റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കൊടുങ്ങല്ലൂരിൽ വന്ന്, മുസദീസ് പട്ടണം എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരിൽ വന്ന് ഇവിടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ ഇവിടെ ഒരൊറ്റ മുസ്ലിമീങ്ങളും ഉണ്ടായില്ല. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരും സഹോദരികളും ക്രൈസ്തവ സഹോദരന്മാരും സഹോദരികളുമാണ് അവർക്ക് ബലി വെക്കാനും അവർക്ക് മദ്രസ വെക്കാനും അവർക്ക് മതം പ്രചരിപ്പിക്കാനും സൗകര്യം ചെയ്തു കൊടുത്തത്. അപ്പോ ഹൈന്ദവ സഹോദരന്മാരോടും സഹോദരികളോടും നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പ് അതേ മുസ്ലിം പട്ടണത്തിൽ തോമസ് അപ്പോസ്തലൻ വന്നിറങ്ങിയപ്പോൾ ഇവിടെ അവരെ സ്വീകരിക്കാൻ ഒരൊറ്റ ക്രിസ്തീയ സഹോദരന്മാരും സഹോദരികളും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വീട് വെക്കാനും മതം പ്രചരിപ്പിക്കാനും പള്ളി വെക്കാനും സൗകര്യം ചെയ്തു കൊടുത്തതും അവരാണ്. അതായത് ഇവിടെ ഒറ്റ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ ആളുകളുടെ മതം പ്രചാരണത്തിന് അതല്ലെങ്കിൽ മതം മാറ്റത്തിന് എത്തിയ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, അവരിവിടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ പിന്നെ ഉണ്ടായത് എങ്ങനെയാണ്? ഇവിടെ വന്ന് ഹിന്ദുക്കൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ തന്നെ കിടക്കാൻ ഇടം കൊടുത്തു, എല്ലാം കൊടുത്തപ്പോൾ അതിനുശേഷം അവർക്ക് പെറ്റുകൂട്ടാനുള്ള ഭാര്യമാരെ വരെ തങ്ങളുടെ ഹിന്ദു കുടുംബത്തിൽ നിന്ന് പെണ്ണുങ്ങളെ വരെ കെട്ടിച്ചു കൊടുത്ത ആ പാരമ്പര്യമുള്ള ഹിന്ദുക്കൾക്ക് നേരെയാണ് ഇന്ന് RSSന്റെയും BJPയുടെയും ഒക്കെ വർഗീയത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എല്ലാ ഹിന്ദുക്കൾക്കെതിരെയും ഇവിടുത്തെ മുക്കാലന്മാർ ഉറഞ്ഞു തുള്ളുന്നത് എന്ന് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ഇതിനു മുൻപ് മറ്റൊരാൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതാരായിരുന്നു? ആര്യാടൻ മുഹമ്മദ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ്. അതിനിടയ്ക്ക് ഇടതുപക്ഷത്തേക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിയ ഒരു പാരമ്പര്യമൊക്കെ പുള്ളിക്കുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസിന്റെ ഒരു പ്രധാന നേതാവ് തന്നെയായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗവും ഇതുപോലെ ഗൂഗിളിലൊക്കെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു എന്നറിയാമോ? അദ്ദേഹമാണ് പറഞ്ഞത് എങ്ങനെയാണ് ഇജ്ജ് എന്ന് പറഞ്ഞാൽ ഇവിടെ മലപ്പുറത്ത് നീ എന്നുള്ള അർത്ഥമാണ്. നീയൊക്കെ എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്? നിന്റെ ബാപ്പാന്റെ 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 ബാപ്പായിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, പേര് റെക്കോർഡിക്കലായിട്ടൊന്ന് തെരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശങ്കരനും അതല്ലെങ്കിൽ കാളിക്കുട്ടിയൊക്കെ ആയിരിക്കും ഉണ്ടാവുമെന്ന് നമ്മുടെ ആര്യാടൻ മുഹമ്മദ് തന്നെ നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം എന്തോ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ടും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ ക്ലിപ്പൊക്കെ ഇന്ന് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇസ്ലാമിന്റെ പാരമ്പര്യം പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ മൈക്രോ സൈറ്റുകളൊക്കെ ക്ഷമിക്കണേ, ഞാൻ ജലദോഷം ആയതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്യാത്തത്. നോക്കൂ, ഇവിടെ മൈക്രോ സൈറ്റുകളൊക്കെ ഞമ്മന്റെ മരുമകൻ രൂപീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഇസ്ലാമിന്റെ ചരിത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട്, ഖജനാവിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ മരുമകൻ ഇസ്ലാമിന്റെ ചരിത്രം കേരളത്തിൽ എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഈ മൈക്രോ സൈറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് ചെലവഴിക്കുന്നത് എത്രയെന്നറിയാമോ? ഏകദേശം 94 ലക്ഷം, ഏകദേശം 1 കോടി രൂപയാണ് എന്റെയും നിങ്ങളുടെയും അടക്കമുള്ള കാശെടുത്ത് ചിലവഴിക്കുന്നത്. എന്തേ ഇവിടെ ഹിന്ദുവിന്റെ ചരിത്രം പഠിപ്പിക്കണ്ടേ? എന്തേ ഇവിടെ ക്രിസ്ത്യാനികളുടെ ചരിത്രം പഠിപ്പിക്കണ്ടേ? ഓ, അത് പാടില്ല, അത് രണ്ടും വർഗീയതയാണല്ലോ. ഞമ്മന്റെ ചരിത്രം മാത്രം ഇനി പഠിപ്പിച്ചാൽ മതി. അതിന് അയാൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? അയാൾ ടൂറിസം വകുപ്പിന്റെ മന്ത്രി കൂടിയാണല്ലോ. അപ്പോൾ വരുന്ന വിദേശ അതല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് ഇവിടുത്തെ ഇസ്ലാമിന്റെ ചരിത്രം മാത്രം പഠിച്ചാൽ മതി. അതിന് ഖജനാവിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ഇവിടെ മൈക്രോ സൈറ്റുകൾ രൂപീകരിച്ചത് പിണറായി വിജയന്റെ മരുമകനാണ്. അതുകൊണ്ട് തന്നെ PA മുഹമ്മദ് റിയാസിനെ ട്രോളുകാരൊക്കെ വിളിക്കുന്ന രീതിയിൽ തന്നെ ജിഹാദി മരുമകൻ എന്ന് അക്ഷരം തെറ്റാതെ വിളിച്ചു കഴിഞ്ഞാലും കുറ്റം പറയാനാവില്ല. അത്തരത്തിൽ തന്നെയാണ് കേരളത്തിന്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നിപ്പോൾ ലുലു മുതലാളി ഞമ്മന്റെ MA യൂസഫ് അലിയുടെ ഈ ഓഡിയോ ക്ലിപ്പ്, വീഡിയോ അടക്കമാണുള്ളത്. ഈ വീഡിയോ ഇവിടെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവിടെ ഓഡിയോ കാണിക്കുന്നത്. ഇനി ഞമ്മന്റെ സുഡാപ്പികൾക്കൊക്കെ സംശയം വരും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിന്റെ ആ ഒരു വീഡിയോ ഭാഗം ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കാണിക്കാം, ഇനി സാക്ഷ്യപ്പെടുത്തലിന് വേണ്ടിയിട്ട്. 1400 കൊല്ലത്തിന് മുമ്പ് കൊതുമ്പ് വെള്ളം തുഴഞ്ഞുകൊണ്ട് വെള്ളത്തിന്റെ ടേസ്റ്റ് ഇത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഉണ്ടായതുകൊണ്ട് ഇയാളുടെ ഫേസ് വ്യക്തമല്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് ഞമ്മന്റെ യൂസഫ് അലി സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇതിന്റെയും തെളിവ് ചോദിച്ചുകൊണ്ട് ഇതിന്റെ യൂസഫ് അലി പറയുന്ന വീഡിയോ കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്ന നീ ഒന്നും വിശ്വസിക്കണമെന്ന് യാതൊരു താല്പര്യമോ നിർബന്ധമോ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പഴയ തലമുറ തന്നെയാണ് നിന്റെയൊക്കെ ബാപ്പാന്റെ 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 ബാപ്പയും ഉമ്മാന്റെ 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 ഉമ്മയും ഒക്കെ എന്നുള്ളത്. വാൾ തലപ്പ് കൊണ്ട് നിന്റെ വാര്യംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള കൊടും ദുഷ്ടന്മാർ, കൊടും ഭീകരവാദികൾ മതം മാറ്റിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇസ്ലാമിക സമുദായം വളർന്നിട്ടുള്ളത്. ഭൂരിപക്ഷത്തിലേക്ക് ഇനി നിങ്ങൾ പകുതി കഴിഞ്ഞോ മുക്കാലായോ എന്നുള്ളത് നമ്മൾക്കറിയാം, അറിയില്ല. എന്തായാലും അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രീണനത്തിന്റെ ആ തോത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മുക്കാലും കടന്ന് ഫുള്ളിലേക്ക് എത്തി എന്നുള്ള ധാരണയിലേക്ക് തന്നെ വിശ്വസിക്കേണ്ടി വരും. എന്തായാലും ഇതാണ് MA യൂസഫ് അലി സാർ ഞമ്മന്റെ അൽ കേരള സുഡാപ്പീസിനെ പൂർണ്ണമായിട്ടും അതല്ലെങ്കിൽ മൂഞ്ചിച്ചു എന്ന അത് തന്നെ പറയാം. അത്തരത്തിൽ ചെയ്തു എന്ന് പറഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല.
നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.